HPB-S കണ്ടു. ഇപ്പോൾ മൂന്നാമതായിട്ട് എൻട്രി ലെവൽ CNC ആയ മെഷീനെ കാണാൻ പോകണം. അതാണ് എൻട്രി ലെവൽ CNC EHS CNC പ്രസ് ബ്രേക്ക്. ഇതിൽ Y1 Y2 പ്രൊപ്പോർഷണൽ വാൾവ്. ഈ മോട്ടോഴ്സ് തനിത്തനിയായിട്ടുള്ളത് കൊണ്ട് ബെൻഡിങ് വേരിയേഷൻ വരുമ്പോൾ Y1 പ്ലസ് ആയിട്ടോ മൈനസ് ആയിട്ടോ അല്ലെങ്കിൽ Y2 പ്ലസ് ആയിട്ടോ മൈനസ് ആയിട്ടോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോവാം. ഇനി അതല്ലാണ്ട് സെൻറ്ററിൽ ഒരു മോട്ടറൈസ്ഡ് ക്രൗണിങ് തന്നിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞ മാതിരി CNCക്ക് വെറൈറ്റി ഉണ്ടെന്നുണ്ടെങ്കിലും എൻട്രി ലെവൽ CNC എന്ന് പറയുന്നത് ഇതാണ്. സോ Y1 ഉണ്ടാവും, Y2 ഉണ്ടാവും, നിങ്ങൾക്ക് മോട്ടറൈസ്ഡ് ക്രൗണിങ് ഉണ്ടാവും. ഇതാണ് അതിൻ്റെ കൺട്രോൾ പാനൽ, സെർവോ ഡ്രൈവ്സ്, അതേ സ്നൈഡർ ഇലക്ട്രിക്കൽസ്. സോ നിങ്ങൾ ഓരോ മോഡലും നോക്കിയാൽ എല്ലാത്തിലും ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൻ്റെ സാധനങ്ങളും വളരെ നീറ്റായിട്ട് വയറിങ്ങും ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ എൻട്രി ലെവൽ CNCയുടെ പിന്നാലെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ നിറയെ സ്പേസ് കാണുന്നുണ്ടാവും, നിറയെ ഫ്രീ സ്പേസ് ഇവിടെ ഉണ്ടാവും. ഇവിടെ അതിൻ്റെ പല്ല് കാരണങ്ങളൊന്നുമില്ല, അതിൽ നിന്ന് പോണ ട്യൂബില്ല. സോ അത് റാക്ക് ആൻഡ് പിനിയനിൽ കയറി ഇത് ഗൈഡ് വേസിലാണ് കയറുന്നത്. അതുകൊണ്ടാണ് CNCക്ക് അക്യുറസി ജാസ്തി കിട്ടാനുള്ള കാരണം. സോ എല്ലാം എൻകോഡേഴ്സ് മൂലമാണ് ഇത് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് കാണുന്നത്. സോ NCയിൽ അങ്ങനെ ഉണ്ടാവില്ല. CNCയിൽ ക്ലോസ് ലൂപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആ സിസ്റ്റത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമസ്കാരം.